ഹലോ. അപ്പോൾ ഇന്ന് കൊല്ലത്തെ രണ്ടാമത്തെ ദിവസമാണ്. അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ദിവസം കറങ്ങി അടിച്ചു പൊളിച്ചു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ കൊല്ലത്തെ ഫസ്റ്റ് ഡേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണാം. അതിൽ വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത് അനിയനാണ്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക. അങ്ങനെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അതാണ്. നമ്മൾ കൊല്ലത്തേക്ക് 2 ദിവസത്തെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ഫസ്റ്റ് ദിവസം 3 പ്ലേസും രണ്ടാമത്തെ ദിവസം 2 പ്ലേസും ആയിരുന്നു. കൊല്ലം കണ്ടതിന് ഇല്ല വേണ്ടെന്ന് പറയുന്നത് സത്യമാണ്. അവിടുത്തെ നാട്ടുകാരുടെ ഫുഡും കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ തന്നെയായിരുന്നു ഫുഡ്. നമ്മൾ ബ്രെഡും ചെറുതായിട്ട് കഴിച്ചോളൂ നമ്മൾ. പിന്നെ ചോക്കോ ജ്യൂസും, കാരണം ഒന്നും കഴിക്കാൻ പറ്റിയില്ല, വയറിന് അറിഞ്ഞപ്പോഴത്തിന്. നല്ല ടേസ്റ്റി ഫുഡുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. ഇത്രയും സിനിമ നടന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്ന്. അവിടെ നമ്മൾ നേരെ ജഡായുപ്പാറയ്ക്കാണ് പോയത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് വണ്ടിയിലിരുന്ന് തന്നെ ഉറങ്ങി. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാലും ചെറുതായിട്ട് ലാഗ് ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ. പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. അങ്ങനെ നമുക്ക് മേളിക്ക് കയറാൻ വേണ്ടിയിട്ട് കേബിൾ കാറൊക്കെ ഉണ്ടാകും. നമ്മൾ കയറിയത് മഞ്ഞ കേബിൾ കാറിലാണ്. മേളിക്ക് പോണ വ്യൂ ഒക്കെ അടിപൊളിയാണ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ ജഡായുപ്പാറയിലെത്തി. ഇതിനൊരു കഥയുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഈ രാമായണം അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ്. എനിക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ അറിയാം. അവിടെ ചെന്ന് മുകളിലെത്തുമ്പോഴത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, പെട്ട വ്യൂ ആയിരുന്നു. പിന്നെ എന്താ പറയുക, അതിശയം നമുക്ക് ഇത്ര റോക്ക് കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുക എന്നുള്ളത്. അതേപോലെ ഈ ജഡായിന് ഒരു ചെറുകുള്ളൂ കേട്ടോ, ഒരു ചെറുകില്ല. അതാണ് അതിൻ്റെ ശരിക്കും കഥ. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ. പിന്നെ ഉണ്ടാക്കിയത് ആരാന്നും അതൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കുരങ്ങന്മാരെ നമ്മളൊന്നും ചെയ്യില്ല കേട്ടോ, ഉപദ്രവിക്കൊന്നുമില്ല. പിന്നെ മേളിൽ തന്നെ ജഡായുപ്പാറൻ്റെ അടുത്ത് തന്നെയാണ് മുരുകൻ്റെ അമ്പലം. അടിപൊളിയാണ്. എല്ലാവരും ഒരു വട്ടെങ്കിലും അവിടേക്കൊന്നും പോകണമെന്നാണ് ഞാൻ പറയുക. അടിപൊളിയാണ്, നൈസ് വ്യൂ ആണ്. മേളിക്ക് കയറണമെങ്കിലും കൂടുതൽ അടിപൊളിയായിരുന്നു താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ അവിടെ എന്തെല്ലോ DJ പാട്ടെല്ലാം നടക്കലുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് പേരുണ്ടെന്നുള്ള ഇറങ്ങിയപ്പോൾ വണ്ടി പോലും വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അമ്മാതിരി തിരക്കായിരുന്നു. എന്തോരം പേരാണെന്നറിയോ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ വണ്ടിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എന്തോരം ഡബ്ബറും തോട്ടായിരുന്നു അറിയോ. മെയിനായിട്ട് കൊല്ലത്ത് ഞാൻ കണ്ടക്കുന്നത് ഡബ്ബറും തോട്ടാണ്. പിന്നെ നമുക്കൊരു ചെറിയ പോസ്റ്റ് കിട്ടി, ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടുള്ള പോസ്റ്റ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ചെറായി ബീച്ചിലേക്കാണ് പോയത്. ചെറായി ബീച്ചിലേക്ക് ചെന്നപ്പോഴത്തേനും ഭയങ്കര വെയിൽ ചുട്ടു പോകണമല്ലോ. നമ്മൾ കൊടം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, എന്നാലും ചെറുതായിട്ട് വന്നല്ലേ എന്ന് വെച്ചിട്ട് സൈഡിൽ കൂടെ ഒക്കെ കടകളും കാര്യങ്ങളൊക്കെ കണ്ട് നടന്നു. നല്ല പ്രൈസുള്ള കാരണം നമ്മളൊന്നും വാങ്ങിച്ചില്ല. നമ്മൾ ഇറങ്ങിയില്ലെങ്കിലും അവിടെ മുകളിൽ നിന്ന് നല്ല വ്യൂ കണ്ടു. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കൊല്ലത്തെ മെയിൻ ബീച്ചാണെന്ന് തോന്നുന്നു. ചെറിയ ബീച്ച് എന്തൊരു ക്ലീൻ ആയിരുന്നു എന്നറിയോ. നീല വെള്ളം, പെടപ്പം വെള്ളമായിരുന്നു കടാ. നിലത്തേക്ക് ഇറങ്ങണേലും കൂടുതൽ വ്യൂ നമുക്ക് മുകളിൽ നിന്നാണ് കിട്ടുക. മുകളിൽ നിന്നല്ലെങ്കിൽ പെടപ്പൻ. മേ ബി സൺഡേ കാരണമായിരിക്കണം ഇത്രയും തിരക്ക്. എന്തോരം ജനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വെയിലായിട്ട് വരെ എന്തോരം പേരുണ്ടായിരുന്നു. ഇതാണ് അടുത്ത അതിശയം. ഒരു സൈഡിൽ കടൽ, ഒരു സൈഡിൽ കായൽ, നടുക്കിലൊരു ഐലാൻഡ് പോലത്തെ സ്ഥലം. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും കാഴ്ചകളുണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിഞ്ഞത് കൊല്ലത്ത്. ഇതിലും കൂടുതലുണ്ട്, പക്ഷെ നമ്മൾക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ അത് നിർത്തിപ്പോന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. വെജാണ് എപ്പോഴും കഴിച്ചത്. നമ്മൾ വെജ് നൂഡിൽസും കഴിച്ചു, വെജ് ഫ്രൈഡ് റൈസും കഴിച്ചു. അങ്ങനെ അവിടെ നിന്നും പോകുന്നു. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോന്നു. അങ്ങനെ നമ്മൾ കൊല്ലം ട്രിപ്പ് അവിടെ കഴിഞ്ഞ് ഇനി നമ്മൾ പോയത് വന്ദേ ഭാരതിലാണ്. ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ കയറണമെന്നറിയില്ല, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനൊരു വന്ദേ ഭാരതിൻ്റെ എക്സ്പീരിയൻസ് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പോയി കാണാം. ഒരു എക്സ്പെൻസീവ് ട്രെയിനാണെന്ന് അറിയാം, എന്നാലും ഭയങ്കര ഒരു രസമായിരുന്നു. ആദ്യമായിട്ടായി കാരണമായിരിക്കും. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലോണം കാഴ്ചകൾ കാണാൻ പറ്റി. കാരണം വിൻഡോ സീറ്റാണ് കിട്ടിയത്. മുഫിൻസ്, സാനിറ്റൈസർ, ഈ പൊതിഞ്ഞിക്കട്ട സാധനം വറുടെയാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ മറ്റേ കാപ്പിപ്പൊടി, എൻ്റെ പൊന്നെ കാപ്പി സൂപ്പറായിരുന്നു. മറ്റേ ഫിൽറ്റർ കോഫിയിൽ അതേമാതിരത്തെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറായിരുന്നു, സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇരുട്ടായ കാരണം കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. കാരണം നമ്മൾ വൈകുന്നേരം തൊട്ട് നല്ല കയറിയത്, അതുകൊണ്ട് ഇരുട്ടായി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. ഇറങ്ങാറായ സമയപ്പോഴത്തേന് എറണാകുളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഫുഡ് വന്നു. അങ്ങനെ കുറച്ച് ഫുഡൊന്നും കഴിച്ചില്ല. ഫുഡ് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തൈരും പരിപ്പൂട്ടാനും ചോറ് മാത്രം നിന്ന് കഴിഞ്ഞു. അങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞ് വെള്ളം കുടിച്ചിട്ട് ഐസ്ക്രീം കിട്ടി. ഐസ്ക്രീം സൂപ്പറായിരുന്നു. ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ബട്ടർ സ്കോച്ചാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ബട്ടർ സ്കോച്ച്, അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഇറങ്ങാറായ സ്ഥലമായി കൊല്ലം ടു തൃശ്ശൂരായിരുന്നു നമ്മൾ കയറിയത്. അങ്ങനെ തൃശ്ശൂർ എത്തി, നമ്മൾ ഇറങ്ങി, നമ്മൾ നേരെ കാറിൽ കയറി വീട്ടിലെത്തി. ഒരു 9:30 ടൈം ആകുമ്പോഴത്തേന് എത്തിയിട്ടാണ്.
ബിഗ് ബോസ് തുടങ്ങുന്ന സമയമായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ടൈം കിട്ടി. ഞാൻ വർത്തമാനം പറയുമ്പോൾ ഇത്തിരി സ്പീഡിൽ കൂടി പോകണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്നാലും നമുക്ക് ഞാൻ അടുത്ത വീഡിയോ കിട്ടാനുള്ള ഒരു ടെൻഡൻസി വരുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ലവ് യു.